സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുൾ പാലിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹീതരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ സമൂഹത്തെ അള്ളാഹു ഇസ്സത്തോടുകൂടെ ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമുദായമായി മാറ്റുന്നതിന് എന്തൊക്കെയാണോ ആവശ്യം, അത്തരത്തിലുള്ള ഗുണങ്ങൾ നൽകി ഈ സമൂഹത്തെ അള്ളാഹു അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയിരിക്കുന്ന സഹാബാക്കളോട് പറഞ്ഞ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പറയുന്ന ഈ കാര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. ലൻ യുനജ്ജിയ അഹദും മിൻകും അമലുഹു. വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ട ഒരു പ്രഖ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. അതായത് ലൻ യുനജ്ജിയ അഹദും മിൻകും, നിങ്ങളിൽ ഒരാളും രക്ഷപ്പെടുകയില്ല. ഇത് വിശ്വാസികളെ നോക്കി ത്യാഗികളായ സഹാബാക്കളെ നോക്കി അള്ളാഹു പറയുകയാണ്, ലൻ യുനജ്ജിയ, ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുകയില്ല. എന്നിട്ട് പറയുന്നു അമലുഹു സ്വാലിഹ്, നിങ്ങളുടെ സൽക്കർമ്മം കൊണ്ട് നിങ്ങൾ പരലോകത്ത് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ട് രക്ഷപ്പെടുത്തില്ല. രക്ഷപ്പെടാനുള്ള സാധ്യതകളില്ല. വളരെ ഗൗരവത്തിൽ ഈ ഹദീസ്, ഈ പ്രവാചക വചനം ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുണ്ട്. സംശയത്തിൻ്റെ ഒരു സാഹചര്യവുമില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. നിങ്ങളുടെ സൽക്കർമ്മം നിങ്ങളെ പരലോകത്ത് രക്ഷിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. ഇത് കേട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബാക്കൾ പ്രതികരണശേഷിയുള്ളവരായിരുന്നു. പ്രവാചകനോടും സംശയങ്ങൾ നേർക്ക് നേരെ ചോദിച്ച് നിവാരണം ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു സഹാബാക്കൾ. നമ്മളെവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഒരു പണ്ഡിതൻ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിച്ചാൽ അതിൽ വരുന്ന സംശയങ്ങളുടെ നിവാരണത്തിന് വേണ്ടി എന്തെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ അതൊരു ബഹുമാനക്കുറവോ അല്ലെങ്കിൽ ആദരവ് കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള കുട്ടിയോ ഒക്കെയാണ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇങ്ങനെ ചോദ്യത്തിന് നിരുത്സാഹപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവരാഗ്രഹിക്കാത്ത ഒരു കാര്യം, കാരണം അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ സവിശേഷമായ അമലുകൾ ചെയ്തത് കൊണ്ട് മാത്രം ആ അമലുകൾ നിങ്ങളെ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ സംശയാലുക്കളായി പ്രവാചകനോട് ചോദിക്കുന്നു, വല അൻത യാ റസൂലല്ലാഹ്, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളും അങ്ങനെ തന്നെയാണോ? നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? നിങ്ങൾ ജീവിതകാലം മുഴുവൻ സൽക്കർമ്മം അനുഷ്ഠിച്ചതിന് ശേഷവും നിങ്ങളുടെ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം എന്ന രീതിയിൽ നിങ്ങളുടെ പേരിൽ വരവ് വച്ചാൽ ആ വരവ് കൊണ്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ഈ കഴിയാത്ത കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല നഅം അന, എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇല്ല അൻ തഗമ്മദനിയ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നെ വലയം ചെയ്തില്ലായിരുന്നു എങ്കിൽ ഞാനും രക്ഷപ്പെടുകയില്ല. വളരെ നന്നായി ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ
അല്ലെങ്കിൽ എന്തെങ്കിലും കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്നതോടുകൂടെ നമുക്കൊരു സമാധാനം. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആരും രക്ഷപ്പെടുക? എന്നെക്കാളും മോശമായ ഒരുപാട് ആളുകളില്ലേ, ഞാൻ അവരുടെ കൂട്ടത്തിലൊന്നുമല്ലാരോ എന്ന് ആശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ നന്നായി ഉൾക്കൊള്ളാൻ പഠിക്കേണ്ടത് നമ്മിൽ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ പോലും പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ സൽക്കർമ്മം കൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ എനിക്ക് കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നെ മൂടിയെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. എന്നിട്ട് പറയുന്ന കാര്യമാണ് ഇനി പറയുന്നത്, ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മെ എന്ത് ചെയ്യും? പുതച്ചു മൂടി അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കും. എന്തുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സദ്ദിദു, നിങ്ങൾ സത്യത്തിൻ്റെ ചേരിയിലാണ് നിൽക്കേണ്ടത്. സദ്ദിദു എന്ന വാക്ക് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. നിങ്ങൾ സത്യത്തിൻ്റെ ചേരിയിലാണ് നിലനിൽക്കേണ്ടത്. ഇത് പറയാനുള്ള കാരണം എന്താണ്? സത്യത്തിൻ്റെ ചേരിയിൽ നിൽക്കുക എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും പ്രതിസന്ധികളാണ്. ഇല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഈ സന്ദർഭങ്ങളിൽ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. വഖാരിബു, രണ്ടാമത് കാര്യം പറയുന്നു, ഖാരിബു, നിങ്ങൾ മിതത്വം പാലിക്കണം. എല്ലാ വിഷയങ്ങളിലും മിതത്വം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളുടെ മുമ്പിൽ വരിക നമ്മുടെ വിവാഹമോ നമ്മുടെ വസ്ത്രമോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ വീടുകളോ മാത്രമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിനെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ അവസാനമായി അവതരിപ്പിക്കുമ്പോൾ പ്രവാചകന്റെ ഒരു രീതിയുണ്ടായിരുന്നു. അത് ഖാരിബു എന്നതാണ്. അതിൽ മിതത്വമാണ്. തീവ്രതയില്ലാത്ത രൂപത്തിൽ അള്ളാഹു ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ അള്ളാഹു ഇസ്ലാമിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് ആദർശം. ആ ആദർശത്തിൻ്റെ അവതരണം, നടപ്പിലാക്കുന്നതിനുള്ള ശൈലി, ഇത്തരം കാര്യങ്ങളിലൊക്കെ മിതത്വം നിങ്ങൾ പാലിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബാക്കളോട് പറയുകയാണ്. കൂട്ടത്തിൽ അടുത്തത് വരുന്നത് വഗദു വറൂഹു വശൈഇൻ മിനദ്ദുൽജ, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ ഒരു മനസ്സുണ്ടല്ലോ, ഞാൻ നോമ്പ് വെച്ചു, അതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തു, സക്കാത്ത് കൊടുത്തു, വാങ്ങിയവൻ നല്ല വീട് വെച്ച് എന്ത് ചെയ്തു, പണിതു, സന്തോഷകരമായി ജീവിക്കുന്നു. ഇതൊക്കെ പടച്ചവൻ അറിയില്ല. പിന്നെ പടച്ചവനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? പിന്നെ പടച്ചവനോട് നമ്മൾ പറയേണ്ടതുണ്ടോ? വളരെ അബദ്ധമുള്ളൊരു കാര്യമാണ്. നമ്മളുടെ കർമ്മങ്ങളൊക്കെ ഏറ്റവും നന്നായി തീർന്നാൽ ചെയ്യേണ്ടത് പടച്ചവനോട് പറയണം. അതിനാരാണ് മാതൃക എന്ന് ചോദിച്ചാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് മാതൃക. ഇത് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിലും കൂടെ ചേർന്നുകൊണ്ട് കഅബയുടെ ചുമർ പടുത്തുയർത്തിയപ്പോൾ ആ കർമ്മം അവസാനിച്ചപ്പോൾ ഖലീലുള്ളയാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രത്യേക നാമം. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ, അള്ളാഹുവിൻ്റെ സ്നേഹിതൻ, ആ ഖലീലുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസരണം ഒന്നും തെറ്റിക്കാതെ ഒന്നും മറക്കാതെ കൃത്യമായി പണി പൂർത്തിയാക്കി. ഇനി പടച്ചവനോട് വല്ലതും പറയേണ്ടതുണ്ടോ? പടച്ചവൻ നിർദ്ദേശിച്ചു, കൽപ്പിച്ചു, സ്ഥലം കാണിച്ചു കൊടുത്തു, അതിന് മാപ്പ് കൊടുത്തു, നിർദ്ദേശം കൊടുത്തു, അതനുസരിച്ച് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു. ഒരു ഏറ്റക്കുറവൊന്നുമില്ലാതെ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പടച്ചവനോട് ഇത് പറയേണ്ടതുണ്ടോ? പടച്ചവനെ ഞാനിത് ചെയ്തിരിക്കുന്നു പറയേണ്ടതുണ്ടോ? പക്ഷേ സുന്നത്ത് എന്താണ്? പ്രവാചകന്മാരുടെ മാർഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, വല്ലാത്തൊരു പ്രയോഗമാണ്. പടച്ചവനെ നീ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, നിർവഹിച്ചിരിക്കുന്നു. തഖബ്ബൽ മിന്നാ,
ഞങ്ങളിൽ നിന്ന് ഈ ചെയ്ത അമൽ നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണം, കബൂലാക്കണം. ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കൃത്യമായി അറിയുന്നവനാണ്. എന്താ ഈ അലീം എന്ന് പറഞ്ഞ സാധാരണ പ്രയോഗമല്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ള അള്ളാഹുവോട് പറയുകയാണ്, അന്ത സമീഉൽ അലീം, നീ എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടെ കാണുകയും കേൾക്കുകയും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുകയും ചെയ്യാവുന്നവനാണ്. ആ പടച്ചവനെ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ചെയ്ത ഈ അമൽ നീ സ്വീകരിക്കണമേ. അടുത്ത വാക്ക് നോക്കൂ, വിനയം. എന്തൊരു വിനയമാണ്! റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, വാപ്പയും മകനും കൂടെ, അത്തയും മകനും കൂടെ ചോദിക്കുന്നു, വജഅൽനാ മുസ്ലിമൈനി ലക്, നിന്നെ അനുസരിക്കുന്ന മുസ്ലിങ്ങളായി ഞങ്ങൾ രണ്ടുപേരെയും പടച്ചവനെ നീ സ്വീകരിക്കണമേ, നീ ആക്കി തീർക്കണമേ. എന്തെങ്കിലും കാപട്യമോ എന്തെങ്കിലും വൈകല്യമോ ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ എവിടെയും ഇല്ലാതെ പടച്ചവനെ യഥാർത്ഥ മുസ്ലിമായി ഞങ്ങളെ നീ അംഗീകരിക്കണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ വിനയം മാത്രമല്ല, അടുത്ത പ്രയോഗം നേതാക്കന്മാരെന്ന് വെച്ചാൽ ഇതാണ്. ഞാനൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു സമൂഹത്തിന്, ലോകത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ മാനസികമായ വിശാലത, വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, പിൻതലമുറയിൽ നിന്ന് ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ നീ ഞങ്ങൾക്ക് തരയണമേ. എൻ്റെ ആവശ്യമല്ല പറയുന്നത്, ഞാനിവിടെ ദഅവത്ത് ചെയ്ത, പ്രബോധനം ചെയ്ത ഈ ആദർശത്തെ നിലനിർത്താൻ അനിവാര്യമായ അനുസരണമുള്ളവരായി ഞങ്ങൾ രണ്ടുപേരെയും നീ സ്വീകരിക്കണം, നീ അംഗീകരിക്കണം. പോരാ, നിന്റെ നിർദ്ദേശമനുസരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഈ മില്ലത്ത് ഇബ്രാഹിം ഉണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത്, ഈ മില്ലത്ത് കാലാകാലം സംരക്ഷിക്കുന്നതിന് അനുയോജ്യമായ ഉമ്മത്തിനെ തരണമെന്നുകൂടെ ഇവരുടെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. ഒരു നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ അർത്ഥത്തിൽ തൻ്റെ ഇടമുള്ള, വിശാലമായ ഹൃദയമുള്ള നേതൃത്വങ്ങളുടെ അഭാവം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടെ നിങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, ഈ സമൂഹത്തിന് ലോകത്ത് മുഴുവനും എല്ലാ രാജ്യങ്ങളിലും തൻ്റെ ഇടമുള്ള, വിശാലതയുള്ള നല്ല മുസ്ലിങ്ങളായ നല്ല നേതൃത്വത്തെ കൊടുക്കണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. എന്തിന് ഞാൻ നിങ്ങളെ വിശ്വസിക്കണം? കാരണം അനുസരണമുള്ള നല്ലവരായ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ബോധപൂർവം തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. മറന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇനിയും പ്രാർത്ഥിക്കണം, വൈകിയിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥന ഏതൊരു അമലിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അദ്ദുആ മുഖുൽ ഇബാദ്. ആരാധനയുടെ, ഇബാദത്തിൻ്റെ മജ്ജ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഗതിയെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ വിശദമായി ആകർഷകമായ ശൈലിയിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സൂറ യൂസുഫ് എന്ന് പറയുന്ന അധ്യായത്തിൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രവാചകനെ മാത്രം യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരിവാറുമായി ബന്ധപ്പെട്ട
ചരിത്രം മാത്രമാണ് ഈ അധ്യായത്തിൽ. വേറെ ഒരു അധ്യായത്തിലും ഒരു പ്രവാചകന്മാരെ കുറിച്ചും ഇങ്ങനെ സംക്ഷിപ്തമായി പറഞ്ഞ ഒരു സംഗതി കണ്ടെത്താൻ കഴിയില്ല. ആ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചരിത്രം ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓർമ്മയിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ നിമ്നോന്നതികളൊക്കെ അനുഭവിച്ചതിന് ശേഷം അവസാനമായി യൂസഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്. യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്ക്. അള്ളാഹുവിൻ്റെ കൽപ്പനകളോ അള്ളാഹുവിൻ്റെ വചനങ്ങളോ ആ രീതിയിലല്ല പോകുന്നത്. യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവോട് പറഞ്ഞ കാര്യം അവൻ എടുത്ത് ഉദ്ധരിക്കുകയാണ് നമുക്ക് വേണ്ടി. എന്താണ് യൂസഫ് ആവശ്യപ്പെട്ടത്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്. എനിക്ക് നീ അധികാരം തന്നു, എനിക്ക് നീ അധികാരം തന്നു. അധികാരത്തിൻ്റെ അർത്ഥവ്യാപ്തി നിങ്ങൾ കുറച്ചാലും കൂട്ടിയാലും അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിന് നന്ദിയുള്ളവനാണ്. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. ഓരോ വസ്തുക്കളുടെയും സൂക്ഷ്മജ്ഞാനവും അതിൻ്റെ പരിണിതിയും നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ എനിക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ഫാത്തിറ സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, നീ ഇതൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. ആ പ്രയോഗം നോക്കൂ. അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും എൻ്റെ അധികാരി നീയാണ്. എൻ്റെ അധികാരം നിന്റെ കൈവശമാണ്. ആകെക്കൂടെ എനിക്ക് ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമ. തവഫനി മുസ്ലിമ. വഫാത്ത് എന്ന വാക്ക് നമ്മൾക്ക് സുപരിചിതമാണ്. എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം. പ്രവാചകന്മാർ മുസ്ലിമല്ലാതെ മരിക്കുമോ? നമുക്ക് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നൂല, ഇങ്ങനെ ഞാൻ മുസ്ലിം അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആരാ മുസ്ലിം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ എല്ലാ തരത്തിലുള്ള ദുനിയാവിൽ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഒരുപാട് സൗകര്യങ്ങളും ആധിപത്യവും ഇവിടെ ലഭിച്ചതിന് ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അവസാന സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലെ നിമ്നോന്നതികൾ മുഴുവനും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം. വഅൽഹഖ്നി ബിസ്സാലിഹീൻ. സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറയുന്ന വിശാലമായ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥനയുടെ വിശദാംശങ്ങളിലേക്കല്ല കടക്കുന്നത്. നമ്മുടെ സുന്നത്ത് എന്ന് പറയുന്നത്, പ്രവാചകന്മാരുടെ സുന്നത്തെന്ന് പറയുന്നത്, അതിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തതിന് ശേഷം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിൽ നിന്നത് സ്വീകരിക്കണമേ. നമ്മൾ നിസ്കരിച്ചാൽ, നോമ്പ് വച്ചാൽ, സദക്ക ചെയ്താൽ, സക്കാത്ത് കൊടുത്താൽ, മറ്റു പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ പടച്ചവനെ ഇത് സ്വീകരിക്കണമേ എന്ന് പറയാനുള്ള മനസ്സ് വരാറുള്ളത്. ഇത് സുന്നത്ത് ഇബ്രാഹിമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈ ത്യാഗങ്ങളൊക്കെ വരിച്ച ത്യാഗിയായ ഒരു ഭരണാധികാരം കയ്യിലുള്ള സമയത്താണ് പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ എന്നെ നീ ഒന്ന് മുസ്ലിമാക്കി മരിപ്പിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അമല സ്വാലിഹാത്തിന് ശേഷം, സൽക്കർമ്മങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം? പടച്ചവനോട് പറയണം. ഞാനിവിടെ ഏകദേശം ഒരു 10 പ്രാവശ്യമെങ്കിലും അമല സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാകും. കേട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഈ അമല സ്വാലിഹാത്ത്, സാലിഹായ അമലുകൾ,
രണ്ട് കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ നാം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വാലിഹായിരിക്കണം. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നിർവഹിക്കുന്നത് നിങ്ങൾ കണ്ടത് അതുപോലെ നിർവഹിച്ചാൽ നാം ചെയ്ത അമലുകൾ സ്വാലിഹാണ്. ഞാനൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രവാചകനിലൂടെ എങ്ങനെയാണ് ഈ ദുനിയാവിൽ നിർവഹിക്കേണ്ടത് എന്ന് പ്രവാചകൻ കണ്ടത് എങ്ങനെയാണോ, പ്രവാചകനെ കണ്ടത് എങ്ങനെയാണോ, അതേ രീതിയിൽ നമ്മുടെ അമലുകളെ സെറ്റ് ചെയ്താൽ ആ അമലുകൾ സ്വാലിഹായ അമലുകളാണ്. പോരാ, നബിയുടെ വചനമുണ്ട്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ നിസ്കരിക്കണം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിർവഹിച്ചത്, സലാത്ത് ചെയ്തത്, അത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ ചെയ്യണം. എങ്കിൽ നമ്മുടെ അമലുകൾ സ്വാലിഹാണ്. പക്ഷേ ഈ ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുന്ന ആളുകൾ നമ്മളോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ആ ആവശ്യപ്പെടുന്ന കൂട്ടത്തിൽ ഒരു അറബി വാക്ക് അവർ പറയും, മഖ്ബൂലായ ഹജ്ജ് ചെയ്യാൻ, മഖ്ബൂലായ ഉംറ ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. മഖ്ബൂല്, ഒരു അമല് സ്വാലിഹത്താകണമെങ്കിൽ ഒന്ന് അത് പ്രവാചകന്മാർ ചെയ്തതുപോലെ ആകണം. സ്വാലിഹ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് മഖ്ബൂലാകണം. എന്ന് വെച്ചാൽ കബൂലാകണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇഖ്ലാസാണ്, ആത്മാർത്ഥത, കളങ്കമില്ലാത്ത, കളങ്കരഹിതമായ, പടച്ചവനിൽ കളങ്കമില്ല. അൽ ഇഖ്ലാസ് എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. കളങ്കമില്ലായ്മ എന്നതാണ് അതിൻ്റെ പേര് തന്നെ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. യഥാർത്ഥത്തിലുള്ള തൗഹീദ്, കളങ്കരഹിതമായ ഒരു തൗഹീദാണ് ആ അധ്യായം മുഴുവനും. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കപ്പെടാൻ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഞാൻ അങ്ങോട്ടല്ല കിടക്കുന്നത്. അത് കളങ്കമില്ലാത്തതായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ കളങ്കമുണ്ടാകരുത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം. ഞാനൊരു അമൽ ചെയ്തു അള്ളാഹുവിന് വേണ്ടി മാത്രം, ഞാനൊരു ദാനധർമ്മം ചെയ്തു മറ്റൊരാൾ ചോദിച്ചത് കൊണ്ടതല്ല, ഞാൻ ആത്മാർത്ഥത കൊണ്ട് മാത്രം കൊടുത്തതാണ് എന്ന് പറയാനുള്ള കഴിവ് നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ അമലുകൾ അവൻ സ്വീകരിക്കും. ഒന്ന് സ്വാലിഹത്തായിരിക്കണം, രണ്ടാമത്തേത് അത് മഖ്ബൂലിൻ്റെ വ്യവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, വരണം. കബൂലാക്കണമെങ്കിൽ ഒന്ന് ഇഖ്ലാസാണ്, രണ്ടാമത്തേത് ഖുശൂ എന്ന് പറയും. ഞാൻ വിശദീകരിക്കുന്നതിന് മലയാളം മാത്രം പറയും. ഒരു ഭയവും ഒരു ഭക്തിയും. ഭക്തിയോടുകൂടെയുള്ള ഭയം ഉണ്ട് എങ്കിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടും. ഈ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ നിർവഹിച്ചാൽ പോലും നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അള്ളാഹുവോട് പറയണം, പടച്ചവനെ കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു. കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടാകാം, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. നീ അതൊന്നും കണക്കാക്കാതെ ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന് പടച്ചവനോട് പറയുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിർഭരം. അതിനൂടെ പറഞ്ഞ വാക്ക്, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയുടെ അവസാന യാമങ്ങളിലും എൻ്റെ മുമ്പിൽ കൈയുയർത്തിയാൽ അവർക്ക് ഞാൻ ചോദിച്ചത് കൊടുക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? എൻ്റെ കച്ചവടം നഷ്ടപ്രതാപമില്ലാതെ, എനിക്കുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ, അങ്ങനെ ഇതല്ല ചോദിക്കേണ്ടത്. നമ്മുടെ പ്രവാചകൻ എന്ത് ചോദിച്ചു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചോദിച്ചു? യൂസുഫ് നബി അലൈഹി സ്വലാം എന്താണ് ചോദിച്ചത്? വിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നാം നമുക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, ആദർശത്തിൻ്റെ വക്താക്കളുടെ നിലനിൽപ്പിന് വേണ്ടി, അതിന് എതിരിൽ വരുന്ന എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നാം നമ്മുടെ പ്രശ്നമായിട്ട് മുമ്പിൽ കണക്കാക്കി പടച്ചവനോട് പറഞ്ഞാൽ തീർച്ചയായും പടച്ചവൻ അതിന് പരിഹാരം നിർവഹിക്കും. പരിഹാരം നിർവഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നാം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.